കണ്ടോ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അങ്കിൾ ബൺ. ഈ അങ്കിൾ ബണ്ണ് ജിമ്മിൽ പോയിരുന്ന മസിൽ പിടിച്ച് ബിഷപ്പിന്റെ പണ്ട് ഇലക്ഷൻ സമയത്ത് ബിഷപ്പിന്റെ ജിമ്മിൽ പോയി പുഷപ്പ് അടിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് ഇപ്പോൾ ഓൺ ജിമ്മിലിരിക്കുകയാണ്. ഈ അമ്മ സംഘടനയിലുണ്ട്. അവരെ എന്താണ് ചെയ്യേണ്ടതെന്ന് ജനം തീരുമാനിക്കണം. കാരണം ഇതുപോലുള്ള ഒരു സ്ത്രീകളെ മുഖ്യമന്ത്രി എന്താണ് മാങ്ങ പറിക്കായിരിക്കുകയാണോ? മുഖ്യമന്ത്രിക്ക് എന്താ ഈ വിഷയത്തിൽ ഇടപെടാൻ പറ്റാത്തത്? മുഖ്യമന്ത്രി ഇപ്പോൾ ശേതമേനോനി അമ്മയെ നോക്കിയിരിക്കലാണ് മുഖ്യമന്ത്രിയുടെ പണി. മുഖ്യമന്ത്രിക്ക് വേറെ എന്തൊക്കെ പണിയുണ്ട് ബ്രോ? ലാലേട്ടൻ മോഹൻലാലാണ്. ലാലേൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ലാലേട്ടാ രണ്ട് കാര്യം, നിങ്ങൾ ആദ്യം ഒരു കാര്യം സംസാരിച്ച് നമ്മൾ ഒരു ബന്ധം കൂടുന്ന സമയത്തുള്ള ഒരു ഇൻട്രാക്ഷൻ ആണ്. അതുകൊണ്ട് ഞാൻ പറയാം, ലാലേട്ടാ രണ്ട് കാര്യം എനിക്ക് നിങ്ങൾ ദക്ഷിണായിട്ട് തരണം. ഒന്ന്, സനാതന ധർമ്മത്തിന്റെ പ്രചരണത്തിന് എന്നോട് ഉണ്ടാവണം. രണ്ട്, മയക്കുമരുന്ന് മാഫിയക്കെതിരെ തകർക്കാൻ ഇന്ന ആൾക്കാരുടെ ഇതുണ്ട്, അതിനെയൊക്കെ എക്സ്പോസ് ചെയ്യാൻ നിങ്ങൾ ഒരു സെലിബ്രിറ്റിയാണ്, നിങ്ങൾ നിയമപരമായിട്ടും എല്ലാം നിങ്ങൾ സഹായിക്കണമെന്ന്. അയ്യോ അതിനെന്താണ്, അത് വലിയ കാര്യമല്ലേ, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരന്റെ ഒരു വലിയൊരു മഹാ അനുഗ്രഹമാണ്, അത് നമുക്കത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അയ്യോ അത് വളരെ വലിയ കാര്യമാണ്, ഞാനത് എപ്പോഴും അങ്ങയുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ പറഞ്ഞില്ല എന്നൊക്കെ വേറെ വിഷയം. ദയവ് ചെയ്ത് ലാലേട്ടന്റെ സൗണ്ട് അനുകരിക്കും പ്ലീസ്. ഞങ്ങൾ ഫാൻസിന് സഹിക്കില്ല. ലാലേട്ടന്റെ മാത്രം ചെയ്യരുത് പ്ലീസ്. ആലുവ പോലീസ് സ്റ്റേഷനിൽ അരങ്ങേറിയ ഹിമവൽ ഭദ്രാനന്ദയുടെ പരാക്രമം സംസ്ഥാനമാകെ കുപ്രസിദ്ധി ആർജിച്ചിരുന്നു. 2008 മെയ് 17 ആലുവ പോലീസ് സ്റ്റേഷനിൽ പൊട്ടിയ ഈ വെടിയോടെയാണ് ഹിമവൽ ഭദ്രാനന്ദ തോക്കുസ്വാമിയായത്. ആലുവ അശോകപുരം മനക്കപ്പടിയിലെ വീട്ടിൽ സ്വന്തം തലയിൽ തോക്ക് ചൂണ്ടി ആത്മഹത്യക്ക് ശ്രമിച്ച ഹിമവൽ ഭദ്രാനന്ദയെ പോലീസ് അണനയിപ്പിച്ച് സ്റ്റേഷനിലെത്തിക്കുകയായിരുന്നു. സംഭവം അറിഞ്ഞ് സ്റ്റേഷനിലെത്തിയ മാധ്യമപ്രവർത്തകർ ഭദ്രാനന്ദയുടെ ദൃശ്യങ്ങൾ പകർന്നതിനിടെയായിരുന്നു തോക്കുസ്വാമി വെടിപൊട്ടിച്ചത്. ഭദ്രാനന്ദയെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഫേസ്ബുക്കിലൂടെ മതസമുദായങ്ങളെ അവഹേളിച്ചുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു എറണാകുളം നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഫേസ്ബുക്ക് പോസ്റ്റുകൾ പരിശോധിച്ചതിൽ മതസ്പർദ്ധ വളർത്തുന്ന കുറിപ്പുകൾ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു എസ്ഐയുടെ നേതൃത്വത്തിൽ അറസ്റ്റ്. ആലുവ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മാധ്യമപ്രവർത്തകർക്ക് നേരെ വെടിവെക്കാൻ ശ്രമിച്ച കേസിലെ വിധി കേൾക്കാനായി കോടതിയിലെത്തി മടങ്ങുകയായിരുന്നു ഹിമവൽ ഭദ്രാനന്ദ. ജനിച്ചപ്പോൾ എനിക്ക് കിട്ടുന്ന പേര് അരുണെന്നായിരുന്നു. ദീക്ഷാനാമം ഹിമവൽ മഹേശ്വര ഭദ്രാനന്ദ എന്നായിരുന്നു. ഞാൻ ആ അഘോരികളുടെ ഒരു പരമ്പരയിൽപ്പെട്ട്, എൻ്റെ ഗുരു ഒരു അഘോരിയായിരുന്നു. അപ്പോൾ അഘോര പരമ്പരയിൽപ്പെട്ട ഒരു സിസ്റ്റമാണ് ഞാൻ ഫോളോ ചെയ്തു വന്നത്. കുറച്ചാൾ ഹിമാലയത്തിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നു, ഒരു സ്പെഷ്യൽ മിഷന്റെ പേരിൽ ഇവിടെ വന്നു. ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു. ഇപ്പോഴും ചില കാര്യങ്ങൾ എനിക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇഫ് യു ആസ്ക് മീ ദെൻ ഐ ക്യാൻ സേ ഓൺലി വൺ തിങ്. ഇവിടുത്തെ ഡ്രഗ് മാഫിയയ്ക്കും ടെററിസ്റ്റുകൾക്കും എതിരെ ഒരു മൂവ് നമ്മൾ. ഈ തോക്കുസ്വാമിക്ക് ഇപ്പൊ നല്ല ഫാൻസ് ഉണ്ടെന്നാണ് തോക്കുസ്വാമിയുടെ വിചാരം. ഇവിടെ സോഷ്യൽ മീഡിയ തുറന്ന ഫുൾ നെഗറ്റീവ് കമന്റ് മാത്രം. ഇദ്ദേഹം ആണെന്ന് തൊഴിലാവില്ല. മീഡിയാസിന്റെ മുന്നിൽ മീഡിയക്കാരല്ലണം. ഈ അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർക്കൊക്കെ സംസാരിക്കാൻ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന മീഡിയക്കാരല്ലെന്നാണ് എൻ്റെ